ഹലോ. അപ്പം ഇന്നലത്തെ വേൾഡ് കപ്പ് മാച്ച് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. അപ്പം ലാസ്റ്റ് ഓവർ വരെ ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ ഒരു കളി. അപ്പം പറയുവാണെങ്കിൽ ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ഏറ്റവും സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തന്നൊരു കളി. കാര്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സഞ്ജു ആദ്യം മുതൽ അവസാന ഓവർ വരെ നിന്ന് കളിച്ച് മികച്ചൊരു ഇന്നിങ്സ് കളിച്ച വിജയ റൺ വരെ നേടാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷം. ഒത്തിരി പഴികൾ കേട്ടൊരു മനുഷ്യൻ അവസാനം പുള്ളിയുടേതായ ഒരു ദിവസം അത്ര ഈസി ആയിട്ട് എല്ലാവർക്കും തോന്നുമെങ്കിലും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് പുള്ളി ഫിനിഷ് ചെയ്ത ഒരു കളി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുന്നേ ആദ്യത്തെ 2 കളിയിലും കളിക്കാൻ അവസരം കിട്ടിയ ആദ്യത്തെ 2 കളിയിലും നല്ല മികച്ച സ്റ്റാർട്ട് തന്നെ കിട്ടിയിട്ടും അവസാനം കൺവേർട്ട് ആകാൻ പറ്റാണ്ടിരുന്ന ഒരു വിഷമം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പുള്ളി ഒരേ രീതിയിലുള്ള ഷോട്ട് കളിച്ച് ഔട്ടാവുന്ന ആ ഒരു പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് പുള്ളി വളരെ കഷ്ടപ്പെട്ട് തന്നെ നേടിയെടുത്തൊരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോഴും ആ വിജയത്തിനിടയിലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു 1-2 കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അതായത് ബോളിംഗ് ടൈമിൽ ഒന്ന് ബുംറ, രണ്ടാമത് ബാറ്റിംഗ് ടൈമിൽ സഞ്ജു ഒരു സൈഡിൽ നിന്നപ്പോൾ തന്നെ അത്യാവശ്യം രീതിയിൽ നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ആദ്യം സൂര്യകുമാർ യാദവ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ സഞ്ജു ഒരു സൈഡിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് തിലക് വർമ്മ. പുള്ളി ആ ഒരു ക്വിക്കായിട്ട് കുറച്ച് റൺസ് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് പ്രഷർ ഈസായി. സഞ്ജുവിന് ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് പോകാണ്ട് നിന്ന സമയത്തും റൺ റേറ്റ് ഒരു പരിധിവരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചതും ആ ഒരു ഇന്നിങ്സ് തന്നെയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് ശിവൻ ദുബെ. സ്കോർ കാർഡ് നോക്കുമ്പം വളരെ കുറച്ച് റണ്ണേ പുള്ളിയുടെ പേരിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും പുള്ളി ആ ഒരു ഇമ്പാക്റ്റും പുള്ളി സഞ്ജുവിന് കൊടുത്ത ഒരു സപ്പോർട്ടും വളരെ വലുതാണ്. അപ്പം ഇങ്ങനെ മൊത്തത്തിലൊരു ടീം എഫേർട്ട് പ്ലസ് ഒരു സൈഡിൽ ഫുള്ള് സഞ്ജു എന്നൊരു മനുഷ്യനും, അതാണ് നമുക്ക് ഇന്നലെ ഇങ്ങനെ ഒരു വിജയം സമ്മാനിച്ചത്. അപ്പം നമുക്കറിയാം പുള്ളി ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി രീതിയിലുള്ള വിമർശനങ്ങളും പുള്ളി ഈ ടീമിൽ തുടരണമോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഡിസ്കഷനൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് പുള്ളിക്ക് ഈ ഒരു ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചത്. അപ്പം ലിറ്ററലി ഒരു ഒരു ഗൂസ് ബമ്പ് വന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു അത്. ലാസ്റ്റ് നമ്മൾ കൊച്ചിലെ ഒത്തിരി കണ്ടിട്ടുള്ള കുറേ ഡ്രീംസ് ഒക്കെ പോലെ, അതായത് ചിലപ്പം ചിലർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഒന്നുമില്ലാത്തടത്തുനിന്ന് നിന്ന് ഒരു കുറേ ക്രിക്കറ്റൊക്കെ നമ്മൾ കളിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു സ്വപ്നമൊക്കെ കാണും. അതായത് നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു, ഒരു സൈഡിൽ എല്ലാവരും ഔട്ട് ആവുന്നു, നമ്മൾ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് കളി ജയിപ്പിക്കുന്നു. അതുപോലെ ഒരു സ്വപ്നം പോലെ, ഒരു ഡ്രീം പോലെ തന്നെ ഒരു ഇന്നിങ്സാണ് പുള്ളി കളിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഹി വാസ് ഡിസേർവിങ് ദാറ്റ്. അറ്റ് ലാസ്റ്റ് ഹി ഗോട്ട് എ ചാൻസ് ടു ഫിനിഷ് എ ഗെയിം. ചിലപ്പം പുള്ളി ഒരു 60-70 റൺ എടുത്ത് ഔട്ടായിട്ട് ഇന്ത്യ തോറ്റിരുന്നുണ്ടെങ്കിൽ ആരും ഈ ഒരു ഇന്നിങ്സ് കുറച്ച് കഴിയുമ്പോഴത്തേന് ഓർക്കാൻ പോകുന്നില്ല. ആ ഒരു പോയിന്റാണ് ഇവിടെ വന്നത്. അതായത് ഇന്നലെ പുള്ളി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു 1 ഡേയിൽ 83 സംതിങ് അതുണ്ട്, 83 ചിലപ്പോൾ അതിന് മുകളിൽ എടുത്തിരുന്നു. പക്ഷെ എടുത്ത് കഴിഞ്ഞിട്ടും ലാസ്റ്റ് പുള്ളിക്ക് ആ ഒരു വിന്നിംഗ് ലൈൻ കടക്കാൻ പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ പിന്നെ പുള്ളി ODIയിൽ കളിച്ചിട്ടുമില്ല, ഇന്ത്യൻ ടീമിൻ്റെ ODI സെറ്റപ്പിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തുടക്കം മുതൽ ആ ഒരു ഇന്നിംഗ് സ്റ്റാർട്ട് ചെയ്ത് പുള്ളി ഒരു ഡിറ്റർമിനേഷനോട് കൂടി, അതായത് 50 അടിച്ച സമയത്ത് തന്നെ ദിനേശ് കാർത്തിക് പറയുന്നുണ്ടായിരുന്നു, പുള്ളി വീണ്ടും രണ്ടാമത് ഗാർഡ് എടുക്കുന്ന സമയത്ത്, അതായത് പുള്ളി വീണ്ടും ആ ഒരു ഇന്നിംഗ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെ, അതായത് തനിക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, പുള്ളി ഒരു 50 അടിക്കാനായിട്ട് മാത്രം വന്നൊരു പ്ലെയർ അല്ല, ഇതിന് മുകളിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്ത്യ ഒരു ഫിനിഷിംഗ് ലൈനെ കടത്തി സെമിയിൽ എത്തിക്കുക എന്നുള്ള ഡിറ്റർമിനേഷനുമായിട്ട് വന്നൊരു മനുഷ്യനെ പോലെയാണ് പുള്ളി ഇന്നലെ അവിടെ കാണിച്ചത് ശരിക്കും. കാരണം പുള്ളിക്ക് ഏറ്റവും കൂടുതൽ മാച്ചപ്പുള്ള ജേസൺ ഹോൾഡർ വന്നിട്ട് ലാസ്റ്റ് അറിഞ്ഞ ഒരു സ്ലോയിഷ് ഒരു ബോളുണ്ട്, പുള്ളി അതിനെ കട്ട് ചെയ്ത് ഓഫിലേക്ക് കളിച്ചൊരു കളിയുണ്ട്. സാധാരണഗതിയിൽ പുള്ളി ഒരു മൈൻഡ് സെറ്റ് വെച്ച് പുള്ളി അത് എങ്ങനെയെങ്കിലും ലെഗ് സൈഡിലേക്ക് തൂക്കാൻ നോക്കേണ്ട ബോൾ, ആ ഒരു ബോളും പിന്നെ ഇടയ്ക്ക് റോസ്റ്റൻ ചേസിന് അടിച്ചൊരു ബൗണ്ടറി, അങ്ങനെ കുറച്ച് എണ്ണി പറയാവുന്ന കുറേ ഷോട്ടുകളുണ്ട്. പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ആ ദൗർബല്യങ്ങളെ പുള്ളി മാക്സിമം കൺവേർട്ട് ചെയ്ത് പുള്ളി എന്തോ ഒരു എഫർട്ടാണ് നെറ്റ്സ് ഇടുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. കുറേയൊക്കെ ലൂസ് ഷോട്ട്, എനിക്ക് തോന്നുന്നു പുള്ളി അത്രയ്ക്കൊന്നും ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓവറിൽ മാത്തിഫോറിന്റെ ബോളിൽ വന്നൊരു ഇൻസ്വിങ്ങർ, അത് ഓൾമോസ്റ്റ് ഒരു അൺപ്ലേയബിൾ ഡെലിവറി തന്നെയായിരുന്നു. പുള്ളിയുടെ ഭാഗത്താണ് ലക്കെന്നുള്ള ആ ഒരു ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. ഇല്ലെങ്കിൽ ആ ഒരു ഇൻസ്വിങ്ങോട് കൂടി തന്നെ ഏകദേശം പുള്ളിയുടെ വിക്കറ്റ് പോകേണ്ട ഒരു ഡെലിവറി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി എടുക്കുന്ന ഓരോ ഷോട്ടുകൾ അത്രയ്ക്ക് റിസ്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് പുള്ളി മുന്നോട്ട് കൊണ്ടുവരുന്നത്, പറയാണ്ട് പറ്റില്ല. അപ്പം എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. നമുക്ക് വാങ്കഡയിൽ തന്നെ സെമി കളിക്കാനൊരു അവസരം ലഭിച്ചു. എന്തായാലും വാങ്കഡയിൽ ഒരു സ്പോർട്ടിംഗ് പിച്ച് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുമ്പോൾ പവർ പ്ലേ വളരെ നിർണായകമായിരിക്കും. നമ്മൾ IPL എല്ലാം കണ്ട പോലെ തന്നെ തുടക്കത്തിൽ കുറേ വിക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ വളരെ കുറേ മാച്ചുകൾ കളിച്ചൊരു ഗ്രൗണ്ട് എന്ന നിലയിൽ നമുക്ക് തന്നെയായിരിക്കും മുൻതൂക്കം. എന്തായാലും നമ്മൾ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് നീങ്ങട്ടെ. ഫൈനലിൽ നമുക്ക് വീണ്ടും സൗത്ത് ആഫ്രിക്ക കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക, അതാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ഫൈനൽ. നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു.